Auditorium, 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 auditorium. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. നാസ്തികതയ്ക്ക് വളമാകുന്ന വഹാബിസം എന്നതാണ് പ്രമേയം. നിരവധി വസ്തുതകൾ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വഹാബിസം മുന്നോട്ട് വെക്കുന്ന തജ്സീമിൻ്റെ വാദമാണ്. മുജസ്സിമത്ത് എന്ന് പറയുന്ന ഒരു കക്ഷികളാണ് ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരമുള്ളവനാണ്, അള്ളാഹുവിനൊക്കെ അവയവങ്ങളുണ്ട് എന്നുള്ള ഒരു വാദമാണ് തജ്സീം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ മുൻകാല ഇമാമുമാരെല്ലാം ഈ വാദത്തെ അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ശക്തമായ രീതിയിൽ എതിർക്കുകയും ഇസ്ലാമിൻ്റെ അടിവേരറുത്തു കളയുന്ന തരത്തിലുള്ളതാണ് ഈ വാദമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം യുക്തിഭദ്രവും ദൈക്ഷണികമായ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു യുക്തിവാദിക്കോ നാസ്തികനോ എതിർക്കാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് സമർത്ഥിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അനാദിയാണ്, അഥവാ മുമ്പേ ഉള്ളവനാണ്, അതല്ലെങ്കിൽ ഉണ്മക്ക് തുടക്കമില്ലാത്തവനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിസ്മാണ്, ശരീരമുള്ളവനാണ് എന്നൊരു വാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു അനാദിത്വം തെളിയിക്കൽ നമുക്ക് അസാധ്യമായി വരും. ഇത്തരത്തിൽ വഹാബിസത്തിൽ പെട്ടുപോയ ആളുകൾ, അവരിൽ ചിന്താശേഷിയുള്ള ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുകയും വഹാബികൾ പറയുന്നത് പ്രകാരമുള്ള ഒരു സൃഷ്ടാവിൻ്റെ ഉണ്മ സാധ്യമല്ല എന്നൊരു തെറ്റായ നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാരണം ബുദ്ധിയാണ്. വഹാബിസം ബുദ്ധിയെ പൂർണ്ണമായും നിരാകരിക്കുന്നുണ്ട്. അവരുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയയും അവിടുത്തെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമും ബുദ്ധിയെ പൂർണ്ണമായും അവഗണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് അറിവ് നൽകുന്ന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് ബുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ ഈ ബുദ്ധിയെയാണ് വഹാബിസം തള്ളിക്കളയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇമാമുമാരെല്ലാം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ബുദ്ധിപരമായ ധാരാളം തെളിവുകൾ നിരത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യം തെളിയിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു നാസ്തികനോ നിരീശ്വരവാദിക്കോ അത് എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി അത് കഴിയുകയുമില്ല. ഇത്തരത്തിൽ കണ്ടിൻജൻസി ആർഗ്യുമെന്റ്, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് തുടങ്ങിയ ബുദ്ധിപരമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യം തെളിയിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ബുദ്ധിപരമായ തെളിവുകളെയും ബുദ്ധിയെയും എല്ലാം വഹാബിസം പൂർണ്ണമായും തട്ടിക്കളയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതിന് കഴിയാതെ പോവുകയാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യം ബുദ്ധിപരമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഠിക്കാത്തത് കൊണ്ടും പഠിപ്പിക്കാത്തത് കൊണ്ടുമെല്ലാം വഹാബിസത്തിൽ പെട്ടുപോകുന്ന ആളുകൾ ചിന്തിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യം അവർക്ക് കണ്ടെത്താൻ കഴിയാതെ പോവുകയും അങ്ങനെ അവർ നാസ്തികതയിലേക്കും നിരീശ്വരവാദത്തിലേക്കും എല്ലാം കൂപ്പുകുത്തുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിശുദ്ധ ഖുർആനിൽ മുത്തശാബിഹായ ആയത്തുകളും മുഹ്കമായ ആയത്തുകളും ഉണ്ട്. മുത്തശാബിഹായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ആയത്തുകളുടെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ലാത്ത തരത്തിലുള്ള ആയത്തുകളാണ് മുത്തശാബിഹായ ആയത്തുകൾ. ആ ആയത്തുകളുടെ ബാഹ്യാർത്ഥം നാം പിടിക്കുകയാണെങ്കിൽ ഖുർആനിൽ ധാരാളം വൈരുദ്ധ്യങ്ങളായി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ആ ആയത്തുകളെ നമ്മുടെ ഇമാമുമാർ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത്, അവരെങ്ങനെയാണോ അതിന് വിശദീകരണം നൽകിയത്, അത് നോക്കി വേണം ആ ആയത്തുകളെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ. എന്നാൽ മുൻകാല ഇമാമുമാരെ വഹാബിസം പൂർണ്ണമായും തള്ളിക്കളയുന്നത് കൊണ്ട് തന്നെ ആ ആയത്തുകളുടെ കൃത്യമായ ശരിയായ ആശയം അവർക്ക് ലഭിക്കാതെ പോവുകയും അങ്ങനെ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ ഖുർആൻ നിഷേധത്തിലേക്കും ദൈവനിഷേധത്തിലേക്കുമെല്ലാം അവർ ചാടുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാരണം തർക്കശാസ്ത്രമാണ്. തർക്കശാസ്ത്രത്തെയും വഹാബിസം പൂർണ്ണമായും നിരാകരിക്കുന്നുണ്ട്. അവരുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ പറഞ്ഞു വെക്കുന്നത് മൻ തമന്തഖ ഫഖദ് തസന്തഖ, ആരെങ്കിലും മന്തിഖ് പഠിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നാണ്. ഇത്തരത്തിൽ ശക്തമായി തന്നെയാണ് അവർ തർക്കശാസ്ത്രത്തെ നിരാകരിക്കുന്നത്. യഥാർത്ഥത്തിൽ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ വഹാബികൾ മനുഷ്യന്റെ യുക്തിപരമായ ചിന്തകളെ തെറ്റായ ദിശയിൽ നിന്നും ശരിയായ ദിശയിലേക്കുമായി നടത്താനുള്ളതാണ്.
ഇത്തരത്തിൽ വഹാബികൾ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ചിന്ത തെറ്റായ ദിശയിലേക്കാണ് മന്തിക്കില്ലാതെ അവർ ചിന്തിക്കുന്ന സമയത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ നാസ്തികതയിലേക്കും നിരീശ്വരവാദത്തിലേക്കും കൂപ്പുകുത്താൻ സാധ്യതയുണ്ട്. ഈ ഒരു വസ്തുതകളെ ഉദാഹരിക്കുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ കേരളത്തിലെ സാഹചര്യം. നമുക്കറിയാം, ഈയിടെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന PM അയ്യൂബ് മൗലവി, അതുപോലെ ഇസ്ലാമിന് ഇപ്പോഴും പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്ന ജാമിദ ടീച്ചർ, ജബ്ബാർ മാഷ്, ആരിഫ് ഹുസൈൻ പോലെയുള്ള നാസ്തികരെല്ലാം ഇത്തരത്തിൽ വഹാബിസത്തിലൂടെ നാസ്തികതയിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം കാരണങ്ങളെല്ലാം നിരത്തിക്കൊണ്ട് വഹാബിസം നാസ്തികതയിലേക്കുള്ള കവാടമാണ് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.